ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എന്നതാ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞവർക്ക് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 വർഷമായെന്ന് വെച്ചു, 2 വർഷത്തിന് താഴെ ആയെന്ന് വെച്ചു, എന്നാലും നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര വർഷമായില്ലേ, എന്താ ഇതുവരെ കുഞ്ഞുങ്ങളെ നോക്കാതെ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ അറിവിലൊരു ഡോക്ടറുണ്ട്, അവർക്ക് അങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടായത്, ഞാൻ അവരെ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യട്ടെ. ഇങ്ങനത്തെ ചോദ്യങ്ങളും പറച്ചിലും നമ്മുടെ നാട്ടുകാരുടെ സൈഡിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നോ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അത്രക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അവരെന്താണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരോട് നമുക്ക് ആദ്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ, ഇതിനകത്തിനാണ് നിങ്ങൾ കയറി തലയിടുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും അതല്ലേ അതിൻ്റെ ശരി. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് ഈ പറയുന്നത് പോലെ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാനായിരിക്കുമല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതൊരു കുശലം പറച്ചിലാക്കി മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ ചോദിക്കുകയും കൂടി കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് പ്രോബ്ലം ആകുകയാണ്. ഇപ്പം നമ്മൾ ഫാമിലി പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് പേടി കാരണം നമ്മൾ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ആലോചിക്കുകയാണ്. സോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് നമ്മൾ സ്റ്റേബിൾ ആയെന്ന് തോന്നുന്നത് അപ്പം തന്നെ ആയിരിക്കും എപ്പോഴും പ്രഗ്നൻസി നല്ലത്. കാരണം പ്രഗ്നൻസിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റേബിൾ അല്ല എന്നൊക്കെ പറഞ്ഞത് വേണ്ടെന്ന് വയ്ക്കാൻ വരുന്നവർ കുറേ ഉണ്ടെന്നേ. സോ നമ്മൾ സ്റ്റേബിൾ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നല്ലത് നമ്മൾ സ്റ്റേബിൾ ആയെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഈ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി ജീവിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് അതിനെ നേരം കാണത്തുള്ളൂ. സോ നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ ഗേൾസിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം, നമ്മൾ നമ്മുടെ പാർട്ണറും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അഭിപ്രായം പറയാൻ മറ്റുള്ളവരാരാ എന്നൊരു മെൻറ്റാലിറ്റി തന്നെയാണ് ഇപ്പോഴും നല്ലത്. സോ നമുക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് പ്രഗ്നൻസി നീട്ടി വെക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു 24 വയസ്സിലൊക്കെ കല്യാണം ഇപ്പോൾ പിള്ളേരുടെയൊക്കെ നടക്കാറുണ്ട്. 24 വയസ്സിന് മുന്നേ നടക്കുന്നവരുണ്ട്, 24 വയസ്സിന് ശേഷം നടക്കാറുണ്ട്. സോ ഒരു 30 വയസ്സിനുള്ളിൽ നമ്മളെപ്പോഴും പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം. അതിന് മേലേക്ക് ആരും നീട്ടി വെക്കരുത്. ഈ 30 വയസ്സിന് ഉള്ളിൽ നമ്മൾ പ്രഗ്നൻസി നീട്ടി വെക്കുന്നുണ്ട്. 28 വയസ്സ് വരെയൊക്കെ നീട്ടി വെച്ചാൽ മതി. അതിനുള്ളിൽ നീട്ടി വെക്കുന്നവർ രണ്ടുപേരും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് അവരുടെ എന്താ പറയുക ഒരു ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ ഹോർമോൺ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് രണ്ടുപേർക്കും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ പ്രഗ്നൻസി കുറച്ച് നീട്ടി വെച്ചാലും പിന്നീട് അവർക്ക് പ്രഗ്നൻസി കിട്ടും എന്നൊരു കാര്യം അവർ രണ്ടുപേരും ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലരുടെ കേസസ് ഈ എൻഡോമെട്രിയം തിക്നെസ് അല്ലെങ്കിൽ ഓവറിയിൽ എന്തെങ്കിലും നമ്മുടെ PCOD, ഓവറിയിൽ സിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഓവുലേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക കുറച്ച് നമുക്ക് ഒരു ഏജ് കൂടും തോറും നമ്മുടെ ഓവുലേഷനും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പം അതൊന്ന് കൺഫേം ചെയ്തിട്ട് വേണേ ഈ പ്രഗ്നൻസി മുന്നോട്ട് നീട്ടി വയ്ക്കാനേ. അത് എപ്പോഴും ഭയങ്കര നമ്മളെല്ലാ വീഡിയോസിലും ഇത് ഓൾറെഡി പറഞ്ഞു പറയാറുണ്ട്. നമ്മൾക്ക് പ്രഗ്നൻസി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല. വേണ്ടെന്ന് വെക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല പ്രഗ്നൻസി. സോ നമ്മൾ അതായത് നീട്ടി വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നവർ നീട്ടി വെക്കുന്നത് കൊണ്ട് ഇന്നത്തെ സാമ്പത്തികമായിട്ട് നമ്മൾ സ്റ്റേബിൾ ആവാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവണമായിരിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ഇന്നത്തെ ആൾക്കാർ നോക്കും. സോ അങ്ങനെ നോക്കുമ്പം നമ്മൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇത്ര നാളിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, അത്ര നാൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ലെന്ന് 100% നിങ്ങളൊന്ന് ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നീട്ടി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ചോദിക്കുന്നവരോട് നമ്മൾ നീട്ടി വെച്ചു അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറയുക അവർക്ക് എന്തായിരിക്കും കേൾക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നായിരിക്കും. അപ്പോൾ പറയുക ഞങ്ങൾ ട്രൈ ചെയ്തു ആയില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശല്യം നമുക്ക് തീരും. ഇത് ഞാൻ ഒരു കൂട്ടർക്ക് വേണ്ടി പറയുന്നത്. ഇനി ചിലരുണ്ട്, ചിലപ്പോൾ അവർ നമ്മുടെയൊക്കെ എന്താ പറയുക ഓവുലേഷനും ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടും പ്രഗ്നൻസി കിട്ടാത്തവരുണ്ടായിരിക്കും. സോ അവരാണ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു പോകുന്നത്.
പലരും നമ്മളോട് പറയാറുണ്ട് ഈ ഒരു ക്വസ്റ്റിന് മുന്നേ അല്ലെങ്കിൽ എന്താ പറയുക എന്നെ കഴിഞ്ഞ് മുന്നേ കല്യാണം കഴിച്ചവർക്ക് കുഞ്ഞുങ്ങളായി അപ്പോൾ അവർ കുത്തി സംസാരിക്കുന്നു മാഡം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയുക നമ്മൾ പ്രഗ്നൻസി ഓവുലേഷൻ ഞാൻ ഈ പറഞ്ഞ ഏജ് ഇതെല്ലാം ഇതിനകത്ത് ഒരു ഘടകമാണ്. നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ ചിലർക്ക് ഈസി ആയിട്ട് കിട്ടുന്നു, ചിലർക്ക് കിട്ടാൻ ഡിഫിക്കൽട്ടിയാണ് പ്രഗ്നൻസി എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടുമോന്നേ, അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയൊന്നും കിട്ടത്തില്ല. സോ നമ്മൾ ഈ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. ഞാൻ എപ്പോഴും പറയും ഓവുലേഷൻ ഡേറ്റും കാര്യങ്ങൾ നമ്മൾ ഓവുലേഷൻ ഡേറ്റ് നോക്കുക, നമ്മൾ ബന്ധപ്പെടുക, അതിനുശേഷം അതങ്ങ് വിടുക. നമ്മുടെ പീരീഡ്സ് മിസ്സായതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ഓർക്കുക അല്ലെങ്കിൽ ടെൻഷൻ ആവുക. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും മാഡം അങ്ങനെയല്ല മാഡം, ഞങ്ങൾക്ക് ഓരോ ദിവസവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ടെൻഷൻ ആവുകയും നമ്മൾ സ്ട്രെസ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം നമുക്ക് ഓവുലേഷൻ നടക്കാതെ വരികയും നമുക്ക് നമ്മുടെ പ്രഗ്നൻസി സുഖമായി കിട്ടാതെ വരികയും ചെയ്യുന്ന ഒത്തിരി നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളവരോട് പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓരോ നടത്തത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വരെ ഞെട്ടി എണീറ്റ് പ്രഗ്നൻസി എന്ന് ചിന്തിക്കാതെ അത് കുറച്ച് ഫ്രീ ആയിട്ട് വിടുക. അത് നമുക്ക് കിട്ടുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പ്രഗ്നൻസി കിട്ടാനാണോ പാട്? ഇന്ന് നമുക്ക് IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചുറ്റുമുള്ളത്. സോ നമുക്കിപ്പോൾ നമ്മൾ നോർമലായിട്ട് പ്രഗ്നൻസി നമ്മൾ നോക്കിയിട്ടാവുന്നില്ലെങ്കിലും നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് ഓവുലേഷൻ സ്കാനിങ്ങോട് കൂടി എടുക്കാം. ഓവുലേഷൻ കിറ്റ് അവൈലബിൾ ആണ്. ഇനി അതിലും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെഡിസിൻസ് എടുക്കാം. സാധാ കുഞ്ഞു മെഡിസിൻസ് എടുത്തിട്ട് ആവുന്നില്ലെങ്കിൽ ഡോക്ടർ അടുത്ത കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അതിൽ നമ്മൾക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു 2 പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളാവില്ലേ, ഇനി എനിക്ക് ആവാതിരിക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ കുഞ്ഞുങ്ങളാവാൻ ട്രൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങളാകാത്തവരോട് എനിക്ക് പറയാനുള്ളത് അത് വലിയ പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പോൾ 1-2 മാസം, അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു വർഷം ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ 6 മാസം നമ്മൾ ഒരുമിച്ച് നിന്നിട്ടും നമുക്ക് കുഞ്ഞുങ്ങളായില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നതിൽ തെറ്റില്ല. നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഈ വിദേശത്ത് നിന്ന് ഹസ്ബൻഡൊക്കെ 1 മാസത്തേക്ക് വന്നിട്ട് ആ 1 മാസം പിള്ളേരായില്ലെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമാണ്, എനിക്കെന്തോ പിള്ളേരുണ്ടാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു ഡോക്ടറെ കണ്ട് എന്താ പറയുക, ഒരു 6 മാസം ഒരുമിച്ച് നിന്നിട്ട് പ്രഗ്നൻസി ആയില്ലെങ്കിൽ ഡോക്ടറെ കാണുക. അല്ലാതെ ഈ 1 മാസം 2 മാസത്തേനൊക്കെ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവർക്കൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഡോക്ടർ തരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഈ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രഗ്നൻസി കിട്ടുന്നതേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ സങ്കടപ്പെടേണ്ട. സോ ഈ 2 കൂട്ടർക്കും വേണ്ടി ഞാനിത് പറഞ്ഞത് മറ്റുള്ളവരുടെ ചോദ്യം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കേണ്ടതും കൂട്ടേണ്ടതും. സോ ഈ നിങ്ങൾക്കിപ്പോൾ ആവുന്നവർക്കുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ നീട്ടി വെക്കുന്നവർക്കുള്ള ഐഡിയ പറഞ്ഞു തന്നു, ആവാത്തവർക്കുള്ള ഐഡിയ പറഞ്ഞു തന്നു. സോ ഇനി നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് മറുപടി പറഞ്ഞു. ഈ കാലത്ത് കുഞ്ഞുങ്ങളുണ്ടാവാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതോർത്ത് നമ്മൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട. കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും പുറകിൽ നിന്ന് കുത്താനും ഒക്കെ ഇന്നത്തെ കാലത്ത് ആൾക്കാരുള്ളൂ. സോ അവരോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കിക്കുക. പിന്നെ ആരും നമ്മളോടൊന്നും ചോദിക്കാൻ വരത്തില്ലെന്നേ. അപ്പോൾ അത്രക്കാർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി ഒന്ന് കൊടുത്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഡീറ്റെയിൽസ്. കാരണം ഇത് കാരണം സങ്കടപ്പെടുന്ന നിരവധി ആൾക്കാരെ ഞാൻ ഡെയിലി കാണാറുണ്ട്. സോ അവർക്ക് ഞാൻ എല്ലാവരോടും പേഴ്സണലി പറയാറുള്ളൊരു കാര്യം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞതേ ഉള്ളൂ. സോ സങ്കടപ്പെടാനും വിഷമിക്കാനൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് കമൻറ്റുകളാക്കി പറയുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.